ബാറുകൾ അടച്ചുപൂട്ടിയതിനു ശേഷവും മദ്യ ഉപഭോഗത്തിൽ വർധനവുണ്ടായെന്ന് എക്സൈസ് മന്ത്രി ടി പി രാമകൃഷ്ണൻ. ബിയർ വിൽപ്പനയിൽ 62%, വിദേശ മദ്യ വിൽപ്പനയിൽ 12% വർധനവുണ്ടായി. ഫേസ്ബുക്ക് പേജിലൂടെ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു മന്ത്രി. ബാറുകൾ പൂട്ടിയതിനു ശേഷവും മദ്യ ഉപഭോഗത്തിൽ വലിയ വർധനയുണ്ടായതായി ടി പി രാമകൃഷ്ണൻ വ്യക്തമാക്കി. ബിയർ വൈൻ വിൽപ്പനയിൽ 62% വർധനയുണ്ടായി. ബീവറേജസ് ഔട്ട്ലെറ്റുകളിലൂടെയുള്ള വിദേശ മദ്യ വിൽപ്പന 12% വർദ്ധിച്ചു. നിലവിലെ മദ്യനയത്തിൽ മാറ്റം വേണമോ എന്നത് ചർച്ച ചെയ്തു വരികയാണെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു. ബീറും വൈനിൻ്റെയും വിൽപ്പനയിൽ 62% വർധനവുണ്ടായിട്ടുണ്ട് ഈ നടപടിക്ക് ശേഷം. ഇപ്പോൾ കുറച്ചുകൂടിയും കൂടാനാണ്. ഒരു മാസം മുമ്പുള്ള കണക്കാണ്. ചിലപ്പോൾ കൂടാനാണ് സാധ്യത. വിൽപ്പന കുറഞ്ഞിട്ടില്ല, കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. വിദേശ മദ്യത്തിൻ്റെ വിൽപ്പനയെ ഞാൻ പരിശോധിച്ചു. വിദേശ മദ്യത്തിൻ്റെ വിൽപ്പന ബീവറേജ് കോർപ്പറേഷൻ വഴിയുള്ള വിൽപ്പന പരിശോധിച്ചപ്പോൾ വിൽപ്പനയിൽ 12% കൂടിയിരിക്കുന്നു. ഔദ്യോഗിക ഫേസ്ബുക്ക് പേജ് ആരംഭിച്ചതിനു ശേഷം ജനങ്ങളുമായി തത്സമയം സംവദിക്കുകയായിരുന്നു മന്ത്രി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മെത്രാൻകായൽ പാടശേഖരത്തിൽ കൃഷി ഇറക്കാൻ തയ്യാറായ കർഷകരുടെ നിലത്തിന്റെ പുറംബണ്ട് ബലപ്പെടുത്തൽ തുടങ്ങി. തെങ്ങിൻ തൂണുകൾ നാട്ടി ചെളിയിട്ട് ഉറപ്പിച്ചാണ് തകർന്നു കിടക്കുന്ന ബണ്ടിന്റെ ഭാഗങ്ങൾ ബലപ്പെടുത്തുന്നത്. പുറംബണ്ട് ബലപ്പെടുത്താൻ LDF സർക്കാർ 80 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. 8 വർഷമായി തരിശു കിടക്കുന്ന മെത്രാൻകായലിൽ നവംബർ 1 വിത നടത്തത്തക്ക വിധം നിർമ്മാണ ജോലികൾ നടത്താനാണ് കൃഷി വകുപ്പ് ഡയറക്ടർ ബിജു പ്രഭാകർ നിർദ്ദേശം നൽകിയിരുന്നത്. പുറംബണ്ട് ബലപ്പെടുത്തിയ ശേഷം മോട്ടോർ സ്ഥാപിച്ച വെള്ളം വറ്റിക്കും. തുടർന്ന് കൃഷി ഇറക്കാൻ താൽപര്യം പ്രകടിപ്പിച്ച കർഷകരുടെ നിലം കണ്ടെത്തി വിതയ്ക്കാനുള്ള ജോലികൾ തുടങ്ങും. ഇതിനായി വിവിധ വകുപ്പുകളുടെ മേലുദ്യോഗസ്ഥർ ചേർന്ന സാങ്കേതിക സമിതിയാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കൃഷി വകുപ്പ് ഓവർസിയർ ബിജി മാർക്കോസ്. വെള്ളം തടയുന്നതിനാവശ്യമായ ചില സൗകര്യങ്ങളൊക്കെ ബണ്ടിലൊക്കെ ചെയ്യുന്നു. അത്രയും മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. കൃഷി ഇറക്കാൻ ഏറ്റവും നേരത്തെ നവംബർ മാസത്തിൽ എന്നുള്ളതാണ് പദ്ധതി ഇട്ടിരിക്കുന്നത്. വെള്ളം പറ്റിക്കുന്ന ഒരു താമസം. ഈ മന്ത്രി പറഞ്ഞിരിക്കുന്നത് എത്രയും വേഗം എന്നല്ല, എത്രയും വേഗം എന്നാണ് നവംബറിൽ നിന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള പണികൾ തുടങ്ങി. അതിനുള്ള പണികൾ തുടങ്ങിയിട്ടുണ്ട്. 80 ലക്ഷം രൂപയുടെ തുക സർക്കാർ അനുവദിച്ചിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട്. നെൽകൃഷി ഇറക്കുന്നതിന് മുന്നോടിയായി മന്ത്രി VS സുനിൽകുമാറും കൃഷി വകുപ്പ് സെക്രട്ടറി രാജു നാരായണസ്വാമി മെത്രാൻകായൽ സന്ദർശിച്ചിരുന്നു. മിച്ച ഭൂമി ഒഴികെ 404 ഏക്കർ നെൽപ്പാടമാണ് മെത്രാൻകായൽ. ഇതിൽ 378 ഏക്കർ ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റാക്കിൻഡോ കമ്പനിയുടെ പക്കലാണ്. ഇവിടെ ഫാം ടൂറിസത്തിനായി ഭൂമി നികത്താൻ കഴിഞ്ഞ UDF സർക്കാർ അനുമതി നൽകിയത് വിവാദമായിരുന്നു. തുടർന്ന് അധികാരത്തിലെത്തിയ പിണറായി വിജയൻ സർക്കാരാണ് കർഷകർക്ക് പ്രതീക്ഷയേകി മെത്രാൻകായൽ നെൽകൃഷി ഇറക്കാനുള്ള നടപടികളെടുത്തത്. പുറംബണ്ട് ബലപ്പെടുത്താൻ LDF സർക്കാർ 80 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. റബ്ബർ മേഖലയിലെ പ്രതിസന്ധി മറികടക്കാൻ കേരളത്തിലെ പ്ലാന്റേഷൻ ഉടമകൾ കശുമാവ് കൃഷിയിലേക്ക് തിരിയുന്നു. പ്ലാന്റേഷൻ മാതൃകയിൽ കശുമാവ് കൃഷി ചെയ്യാനുള്ള സഹായം തേടി ഇവർ സർക്കാരിനെ സമീപിച്ചു. കശുവണ്ടി മേഖലയെ രക്ഷപ്പെടുത്താൻ കഴിയാവുന്ന ഇളവുകൾ കൃഷിക്കാർക്ക് നൽകുമെന്ന് മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. റബ്ബർ മേഖല പ്രതിസന്ധിയിലായതും തോട്ടണ്ടിയുടെ വില ഉയർന്നതും കശുമാവ് കൃഷി ചെയ്യുന്നതിനെക്കുറിച്ച് കർഷകരെ ആലോചിക്കാൻ പ്രേരിപ്പിക്കുന്നു. പ്ലാന്റേഷൻ മേഖലയിലെ പ്രമുഖ ഗ്രൂപ്പുകളടക്കം കശുമാവ് കൃഷി നടത്താനുള്ള സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ളൊരു എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു വാർത്ത, APK പോലെയുള്ള പ്ലാന്റേഴ്സ്, കേരളത്തിലെ വളരെ പ്രമുഖരായ പ്ലാന്റർമാർ ഞങ്ങളും കശുവണ്ടി കൃഷി ചെയ്യാൻ, തോട്ടാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ സന്നദ്ധമാണെന്ന് അറിയിച്ചിരിക്കുകയാണ്. പൊതുമേഖലയിൽ മാത്രം 8 ലക്ഷം ടൺ തോട്ടണ്ടിയാണ് പ്രതിവർഷം കേരളത്തിൽ വേണ്ടിവരുന്നത്. ആഭ്യന്തര ഉൽപാദനമാകട്ടെ 75,000 ടൺ മാത്രവും. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നാണ് നിലവിൽ തോട്ടണ്ടി ഇറക്കുമതി ചെയ്യുന്നത്. റബ്ബർ മേഖല പോലെ വിലയിടിവ് ഉണ്ടാവില്ല എന്ന ഉറപ്പ് മാത്രമാണ് സർക്കാർ നൽകുന്നത്. കേരളത്തിൽ തന്നെ നമുക്ക് സാധ്യമായ അത്രയും കൃഷി ചെയ്യാൻ, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ കേരള ഗവൺമെന്റ് മുൻകൈയെടുക്കും. അത്തരം വരുന്ന ഏതൊരു കർഷകനും എല്ലാവിധ സഹായവും നൽകാൻ ഗവൺമെന്റ് സന്നദ്ധമാകും എന്നാണ് എനിക്ക് അറിയിക്കാനുള്ളത്. കാരണം ലക്ഷക്കണക്കായ തൊഴിലാളികളുടെ നിലനിൽപ്പാണ് കൃഷിക്കാരുടെ ലക്ഷ്യമാണ്. ഈ റബ്ബറിന്റെ ബലത്തകർച്ചയുടെ പശ്ചാത്തലത്തിൽ കൃഷിക്കാരും രക്ഷപ്പെടും. വ്യവസായം ഒരിക്കലും കശുവണ്ടി വ്യവസായത്തിന് എന്നും ഭാവിയുണ്ട്. കാരണം അതൊരു ഭക്ഷ്യ സാധനമാണ്. അന്യ സംസ്ഥാനത്ത് ഭൂമി പാട്ടത്തിനെടുത്ത് കശുമാവ് കൃഷി ചെയ്യുന്നതിനും സർക്കാർ നടപടി തുടങ്ങി. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. കാഷ്യൂ കോർപ്പറേഷൻ ചെയർമാനായി S ജയമോഹനും കാപെക്സ് ചെയർമാനായി S സുദേവനും ചുമതലയേറ്റു. കശുവണ്ടി വികസന കോർപ്പറേഷന് കീഴിലെ തൊഴിലാളികൾക്ക് ജോലി ഉറപ്പാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യമെന്ന് ചെയർമാൻ S ജയമോഹൻ പറഞ്ഞു. 1970-ലേതുപോലെ ഫാമിംഗ് ദ കോർപ്പറേഷനെ തോട്ടണ്ടി വാങ്ങാനായി ഉപയോഗിക്കുകയാണ് വേണ്ടതെന്ന് S സുദേവനും പറഞ്ഞു. കശുവണ്ടി വികസന കോർപ്പറേഷൻ ആസ്ഥാനത്ത് കശുമാവിൻ തൈകൾ നട്ടുകൊണ്ട് S ജയമോഹൻ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. മന്ത്രി J മേഴ്സിക്കുട്ടിയമ്മയും ഇരുവിപുരം MLA നൌഷാദും കോർപ്പറേഷൻ ആസ്ഥാനത്ത് തൈകൾ നട്ടു.
തൊഴിൽ ദിനങ്ങൾ കൂട്ടി നൽകാനായി പരിശ്രമിക്കുമെന്നും ഇടനിലക്കാരുടെ ചൂഷണം അവസാനിപ്പിക്കുമെന്നും എസ് ജയമോഹൻ പറഞ്ഞു. 10% മാത്രം ആഭ്യന്തര ഉൽപ്പാദനമുള്ളത്. ഉൽപ്പാദനത്തെ തന്നെ ഒരു സ്വയം പര്യാപ്തതയിലേക്ക് എങ്ങനെ കേരളത്തിലെ സാഹചര്യങ്ങളും രാജ്യത്തെ സാഹചര്യങ്ങളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതിന് ഒരു ആദ്യ പരിഗണന തന്നെ നൽകേണ്ടതായിട്ടുണ്ട്. വരുന്ന ഒരു 25 വർഷക്കാലം കശുവണ്ടി മേഖലയ്ക്ക് ഒരു പ്രതിസന്ധി വരാതെ ഉള്ള ഒരു പ്രവർത്തനത്തിനായിരിക്കും ഒരു മുൻതൂക്കം നൽകാൻ പോകും. 1970-ലേതുപോലെ ഫാമിംഗ് കോർപ്പറേഷനെ തോട്ടണ്ടി വാങ്ങാനായി ഉപയോഗിക്കാവുന്നതാണെന്ന് കാപെക്സ് ചെയർമാനായി ചുമതലയേറ്റ എസ് സുധേവനും അഭിപ്രായപ്പെട്ടു. ബ്രസീൽ, ആഫ്രിക്ക തുടങ്ങിയുള്ള രാജ്യങ്ങളിൽ നിന്നും ആവശ്യത്തിന് തോട്ടണ്ടി 1970 സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷൻ ഇറക്കുമതി ചെയ്ത് വിതരണം ചെയ്ത അനുഭവം കേരളത്തിലുണ്ട്. 80 കുത്തക സംഭരണം ഫലപ്രദമായി നടപ്പാക്കിയ അനുഭവം കേരളത്തിലുണ്ട്. കൊല്ലം ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റായിരുന്ന ജയമോഹൻ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഏവരുടെയും പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും CITU സംസ്ഥാന സമിതി അംഗവുമാണ് അഞ്ചൽ സ്വദേശിയായ ജയമോഹൻ. അതേസമയം CPIM സംസ്ഥാന കമ്മിറ്റി അംഗവും CITU ജില്ലാ സെക്രട്ടറിയും കാഷ്യൂ വർക്കേഴ്സ് സെന്റർ വൈസ് പ്രസിഡന്റും കൊല്ലം ജില്ലാ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് തുടങ്ങിയ പദവികളിൽ എസ് സുധേവൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വടക്കേ ഇന്ത്യയിൽ നിന്നും മറ്റൊരു ദുരന്ത കാഴ്ച. നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിലെ മിർസാപൂരിൽ നിന്നുമാണ് പുതിയത്. ആശുപത്രിയിൽ സ്ട്രെച്ചർ ഇല്ലാത്തതിനാൽ ചുമരിലേറ്റി എമർജൻസി വാർഡിലെത്തിച്ച ഗർഭിണി പ്രസവശേഷം മരിച്ചു. എന്നാൽ യുവതിയുടെ മരണകാരണം തങ്ങളുടെ വീഴ്ചയല്ല എന്ന് വാദിച്ച ആശുപത്രി അധികാരികളും രംഗത്തെത്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ പല പല കാഴ്ചകളാൽ ഇന്ത്യയുടെ മനുഷ്യത്വം കെട്ട മുഖം പുറംലോകം അറിഞ്ഞിരുന്നു. ഇന്നിതാ മറ്റൊരു ദുരന്ത കാഴ്ച കൂടി. ഇന്നത്തേത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിൽ നിന്ന് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. വാരണാസിയിലെ മിർസാപൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അൻഷു പാണ്ഡെ എന്ന 25-കാരിയാണ് മരിച്ചത്. സെപ്റ്റംബർ 4-നാണ് യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിൽ പൂർണ്ണ ഗർഭിണിയായ അൻഷുവിനെ പരിചരിക്കാൻ 5 മണിക്കൂർ പിന്നിട്ടിട്ടും ഡോക്ടർമാർ എത്തിയിരുന്നില്ല. കടുത്ത വേദന കൊണ്ട് പുളഞ്ഞ അൻഷുവിനെ തുടർന്ന് അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും അവർ ജില്ലാ ആശുപത്രിയിലേക്ക് തന്നെ മടക്കി. ആശുപത്രിയിലേക്ക് ആംബുലൻസിലെത്തിച്ച യുവതിയെ കവാടത്തിൽ നിന്ന് കയ്യിൽ ചുമന്നാണ് ഭർത്തൃപിതാവ് വാർഡിലേക്ക് എത്തിച്ചത്. എമർജൻസി വാർഡിലെത്തിച്ചിട്ടും മണിക്കൂറുകളോളം ഡോക്ടർമാർ യുവതിയെ നോക്കിയില്ല. അന്നു രാത്രിയോടെ തന്നെ യുവതിയെ സിസേറിയൻ ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കി. തുടർന്ന് കുഞ്ഞിനെ പുറത്തെടുത്തു. പക്ഷേ യുവതിയുടെ നില വീണ്ടും ഗുരുതരമാവുകയായിരുന്നു. തുടർന്ന് വാരണാസിയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇവിടെ യുവതിക്ക് ചികിത്സ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനാവാത്ത നിലയിലെത്തിയിരുന്നു. 7-ാം തീയതി രാവിലെ യുവതി മരിച്ചു. യുവതിയെ ചുമന്നുകൊണ്ട് ഭർത്തൃപിതാവ് നടന്നുപോകുന്ന ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. സംഭവം പുറത്തറിഞ്ഞതിനെ തുടർന്ന് വിശദീകരണം തേടി ജില്ലാ മജിസ്ട്രേറ്റ് ബന്ധപ്പെട്ടപ്പോൾ ആശുപത്രിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ പ്രതികരിച്ചില്ലെന്നും റിപ്പോർട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. സംഘർഷം തുടരുന്ന ജമ്മു കശ്മീരിൽ കരസേനയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം ആരംഭിച്ചു. 100 ജവാന്മാരെ വീതം പ്രദേശത്തെ വിവിധ മേഖലകളിൽ വിന്യസിക്കാനാണ് സർക്കാർ തീരുമാനം. കശ്മീരിലെ ഗ്രാമീണ മേഖലകളിൽ പട്രോളിംഗ് ശക്തമാക്കാനും നീക്കമുണ്ട്. സർവകക്ഷി സംഘത്തിന്റെ ദൗത്യം കൂടി പരാജയപ്പെട്ടതോടെയാണ് കാശ്മീരിൽ കരസേനയുടെ സാന്നിധ്യം ശക്തമാക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം ആരംഭിച്ചത്. കൂടുതൽ പ്രശ്നബാധിതമായ ദക്ഷിണ കാശ്മീരിലെ ഗ്രാമപ്രദേശങ്ങളിലാകും കരസേനയെ പ്രധാനമായും വിന്യസിക്കുക. നിലവിൽ അർദ്ധസൈനിക വിഭാഗങ്ങളെയാണ് ഇവിടെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്നത്. ഹിസ്ബുൾ മുജാഹിദ്ദീൻ കമാൻഡർ ബുർഹാൻ വാരിയുടെ വധത്തിനു ശേഷം പൊട്ടിപ്പുറപ്പെട്ട പ്രക്ഷോഭം കാശ്മീരിൽ തുടരുകയാണ്. സർവകക്ഷി സംഘം കാശ്മീർ സന്ദർശിച്ച് പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടിരുന്നു. കൂടാതെ സംഘർഷത്തിന്റെ മറവിൽ അതിർത്തി കടന്നെത്തുന്ന ഭീകരർ ഗ്രാമപ്രദേശങ്ങളിൽ എത്തുന്നെന്നും പ്രതിരോധ മന്ത്രാലയം വിലയിരുത്തുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഗ്രാമപ്രദേശങ്ങളിൽ കരസേനയുടെ പെട്രോളിംഗ് ശക്തമാക്കാൻ സർക്കാർ തീരുമാനം. കാശ്മീരിലെ പ്രക്ഷോഭകാരികളോട് മൃദു സമീപനം ഇല്ലെന്ന് വ്യക്തമാക്കുക കൂടി ചെയ്യുകയാണ് കേന്ദ്ര സർക്കാർ. വിഘടനവാദികൾക്കും പ്രക്ഷോഭകാരികൾക്കും ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നതിന്റെ ഭാഗമായി കൂടിയാണ് ഈ നടപടി. ന്യൂസ് ബ്യൂറോ, ദില്ലി. ദില്ലി സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് ഫലം ഇന്ന് പ്രഖ്യാപിക്കും. ദില്ലി JNU തെരഞ്ഞെടുപ്പ് ഫലം നാളെയാണ് പ്രഖ്യാപിക്കുക. SFIയും ഐസയും സഖ്യമായാണ് മത്സരിച്ചത്. കനയ്യയും AESFും ഇത്തവണ മത്സരിച്ചില്ല. അഫ്സൽ ഗുരു അനുസ്മരണത്തിന്റെ പേരിൽ വിദ്യാർത്ഥി യൂണിയൻ ചെയർമാൻ കന്നയ്യകുമാർ അടക്കം അറസ്റ്റിലായ ശേഷം JNUവിൽ നടന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ്. മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. രാവിലെ മുതൽ ബൂത്തുകൾക്ക് മുന്നിൽ വിദ്യാർത്ഥികളുടെ നീണ്ട നിര ദൃശ്യമായിരുന്നു. 9000-ഓളം വിദ്യാർത്ഥികൾ വോട്ട് രേഖപ്പെടുത്തി. SFIയും ഐസയും നാളുകൾക്ക് ശേഷം സഖ്യമായി മത്സരിക്കുകയും ചെയ്തു. അതിനാൽ മികച്ച വിജയം നേടാനാകുമെന്ന് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും SFI പ്രവർത്തകനുമായ അമൽ അവകാശപ്പെട്ടു. ഉന്നത വിദ്യാഭ്യാസത്തിന് നേരെ തന്നെ വന്നിട്ടുള്ള വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് ഉള്ള തിരിച്ചടി പ്രതിഷേധമായിരിക്കും ഈ തവണത്തെ JNUവിലെ തെരഞ്ഞെടുപ്പ് രേഖപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി ബാലറ്റ് എണ്ണൽ ആരംഭിച്ചു. ഞായർ രാവിലെയോടുകൂടി ഫലം പ്രഖ്യാപിക്കും.
ഓരോ മണിക്കൂറിലും നിലവിലെ ബലം അറിയാം. SFI ഐസ സഖ്യവും ദളിത് വിദ്യാർത്ഥി സഖ്യവും ആദ്യ വോട്ടെണ്ണലിൽ ഒപ്പത്തിനൊപ്പമാണ്. രാജ്യദ്രോഹികളെ പരാജയപ്പെടുത്തുക എന്ന മുദ്രാവാക്യമുയർത്തിയായിരുന്നു ABVPയുടെ പ്രചാരണം. NSUയും DSFും പ്രതീക്ഷയിലാണ്. അഫ്സൽ ഗുരു അനുസ്മരണ പരിപാടിയുടെ പേരിൽ കന്നയടക്കമുള്ള വിദ്യാർത്ഥികൾ അറസ്റ്റിലായ ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ ബലസൂചനകൾ ആർക്കനുകൂലമെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. വാർദ്ധക്യം ആഘോഷിക്കൂ എന്ന സന്ദേശമുയർത്തി ആരോരുമില്ലാത്ത മുതിർന്നവർക്കൊപ്പം ഓണം ആഘോഷിച്ച് കൊച്ചിയിൽ ഒരു കൂട്ടം മാധ്യമ വിദ്യാർത്ഥികൾ. കാക്കനാട് സൈനികാശ്രമത്തിലെ അന്തേവാസികൾക്കൊപ്പം ഓണം ആഘോഷിച്ചാണ് ഇവർ മാതൃകയായത്. ക്യാമ്പസുകൾ തിമിർപ്പിലാണ്. സർഗാത്മകവും പുരോഗമന ചിന്താഗതിക്കാരുമാണ് തങ്ങളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവരെങ്കിലും ഈ വേറിട്ട ഓണാഘോഷത്തെ ഒന്ന് മാതൃകയാക്കണം. കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മാധ്യമ വിഭാഗം PG വിദ്യാർത്ഥികൾ അമ്മമാരും പ്രായമുള്ളവരുമായി 40-ലധികം അന്തേവാസികളുള്ള കാക്കനാട് സൈനിക ആശ്രമത്തിലെത്തി അവർക്കൊപ്പം ഓണം ആഘോഷിച്ചു. R for റാറ്റ് എന്നല്ല ഇനി പുതുതലമുറയെ പഠിപ്പിക്കേണ്ടതെന്നും R for റെസ്പെക്ട് എന്ന് പഠിപ്പിച്ചു തുടങ്ങണമെന്നും ഇവർ ഒരു മനസ്സോടെ പറയുന്നു. ഓണാഘോഷത്തിൽ മുഖ്യ അതിഥിയായെത്തി ക്യാമ്പയിന് പിന്തുണ പ്രഖ്യാപിച്ച ഗായിക രഞ്ജിനി ജോസ്. R for റെസ്പെക്ട് ഇല്ലാത്ത സ്ഥലത്ത് എല്ലാവരെയും അവഗണിക്കപ്പെടുകയാണ്. ഇങ്ങനെ ഒരുപാട് അമ്മമാരും അച്ഛന്മാരും ഉണ്ട്. അവർക്ക് വേണ്ടി തുടങ്ങിയിരിക്കുന്ന ഈ ക്യാമ്പയിന് ഞാൻ എൻ്റെ എല്ലാ സപ്പോർട്ടും ഞാൻ പ്രഖ്യാപിക്കുന്നു. കലങ്ങി മറിഞ്ഞ കണ്ണുകളിൽ പൊന്നോണത്തിന്റെ 1000 നിറങ്ങളാണ്. വിങ്ങുന്ന ചുണ്ടുകളിൽ ഒളിപ്പിച്ച പുഞ്ചിരിയുമായി അവർ താളം പിടിച്ചിരുന്നു. പൂക്കളം കണ്ട, പൂവിളി കേട്ട, തിരുവാതിര കണ്ട, അങ്ങനെ തൂശനിലയിൽ ഓണസദ്യയും തൊലി ചുളുങ്ങിയ കൈകളിൽ പൊന്നോണ പുടവകളും. അപ്പോഴേക്കും ഓണനാളിന്റെ ഓർമ്മകൾ ഓടിയെത്തിയിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ സൈനികനായി സേവനമനുഷ്ഠിച്ച TK ഭാസ്കരൻ ആശ്രമത്തിലെ മുതിർന്ന അന്തേവാസിയാണ്. അപ്പാപ്പൻ കുട്ടികളുടെ സ്നേഹാദരം. അതെ, ഓണം വിരുന്നു വരുമ്പോഴൊക്കെ ഇവർക്കത് മൂകമായ കാത്തിരിപ്പാണ്. അലക്സ് രാം മുഹമ്മദ്, കൊച്ചി. ഓണക്കാലത്ത് വ്യത്യസ്തമായ കളമൊരുക്കി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. വിവിധതരം പൂക്കൾക്ക് പകരം 250ഓളം പുസ്തകങ്ങൾ കൊണ്ടുള്ള പുസ്തകക്കളമാണ് ഇവിടെ തയ്യാറാക്കിയത്. ഋഗ്വേദം മുതൽ അംബേദ്കർ കൃതികൾ വരെ പുസ്തകക്കളത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അത്തപ്പൂക്കളം ഓണത്തിന്റെ ഭാഗമാണ്. എന്നാൽ പൂക്കൾക്ക് പകരം പുസ്തകങ്ങൾ കൊണ്ട് കളമൊരുക്കി വ്യത്യസ്തമായി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഓണാഘോഷം. ഋഗ്വേദത്തിന്റെ 8 വാല്യം മുതൽ അംബേദ്കറുടെ സമാഹൃത കൃതികൾ വരെ പുസ്തകക്കളത്തിൽ നമുക്ക് കാണാൻ കഴിയും. പാണ്ഡിത്യത്തിന്റെയും പൈതൃകത്തിന്റെയും ചിരസ്മരണകൾ ഉണർത്തുകയാണ് ഇതിലൂടെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലക്ഷ്യം. ഡയറക്ടർ പ്രൊഫസർ V കാർത്തികേയൻ. സുഗന്ധം മാഞ്ഞു പോവും, പക്ഷേ പാണ്ഡിത്യം മാഞ്ഞു പോവില്ല. നമ്മുടെ പാണ്ഡിത്യത്തിൻ്റെയും നമ്മുടെ പൈതൃകത്തിൻ്റെയും ഒക്കെ ചിരസ്മരണ ഉണർത്തുന്നതാണ് ഇക്കൊല്ലത്തെ ഓണം എന്നൊരു സന്ദേശം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ചെയ്തത്. ശ്രീനാരായണ കൃതികൾ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപക അധ്യക്ഷൻ EMS, ഡയറക്ടറായിരുന്ന NV കൃഷ്ണവാര്യർ കൂടാതെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ, സാഹിത്യ നായകന്മാർ, ചിന്തകന്മാർ എന്നിവരുടെ കൃതികളും പുസ്തകക്കളത്തിൽ സ്ഥാനം പിടിച്ചു. അത്തപ്പൂക്കളത്തിന്റെ പൂക്കൾ കരിഞ്ഞുപോകും, എന്നാൽ പുസ്തകങ്ങൾ അവ എന്നും അറിവ് പകരുന്നു എന്ന സന്ദേശവും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതിലൂടെ നൽകുന്നു. S. ഷീജ, തിരുവനന്തപുരം. വൃദ്ധയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്താതെ ആശുപത്രി ജീവനക്കാർ ഓണാഘോഷത്തിൽ മുഴുകിയതായി പരാതി. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജില്ലാ ആശുപത്രിയിലാണ് സംഭവം. പാറശാല സ്വദേശി വള്ളിയമ്മയുടെ മൃതദേഹമാണ് ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാർ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വിസമ്മതിച്ചത്. കഴിഞ്ഞ ദിവസം കുഴഞ്ഞു വീണ് മരിച്ച പാറശാല കാരോട് സ്വദേശിനി 69 വയസ്സുള്ള വള്ളിയമ്മയുടെ മൃതദേഹമാണ് പോസ്റ്റ്മോർട്ടം നടത്തുകയില്ലെന്ന നിലപാട് നെയ്യാറ്റിൻകര ജില്ലാ ആശുപത്രി അധികൃതർ സ്വീകരിച്ചത്. ആശുപത്രിയിൽ ഓണാഘോഷം നടക്കുന്നതിനാലാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്താത്തതെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. സൂപ്രണ്ട് ഈ ഡോക്ടറെ വിളിച്ചവൻ സംസാരിക്കാനുള്ള മര്യാദ പോലും സൂപ്രണ്ട് കാണിച്ചില്ല. അത് കഴിഞ്ഞ് പോലീസുകാരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, ഈ ബോഡി ഇവിടെ ചെയ്താൽ മതി എങ്കിൽ നിങ്ങൾ എഴുതി ആ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൻ്റെ താഴെ എഴുതി ഒപ്പിട്ട് തരണമെന്ന് പറഞ്ഞു. അപ്പം ഇന്ന് ചാർജ് ഉണ്ടായിരുന്ന അഡീഷണൽ SI കൃഷ്ണൻകുട്ടി എന്നറിയപ്പെടുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥൻ ആ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൻ്റെ താഴെ ഈ ഞങ്ങളുടെ അന്വേഷണത്തിൽ ഈ ബോഡി വേറെ സംശയങ്ങളൊന്നുമില്ല, ഇതിവിടെ ചെയ്യാവുന്നതാണ് എന്ന് പോലീസ് എഴുതി ഒപ്പിട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് കൊണ്ട് സൂപ്രണ്ടിനെ കൊടുത്തു. സൂപ്രണ്ട് വീണ്ടും വിളിച്ച് ഇദ്ദേഹത്തിന് പറഞ്ഞു, പക്ഷേ ഇദ്ദേഹം ഞാൻ ചെയ്യില്ല എന്ന ആ ഒരു നിർബന്ധ ബുദ്ധിയിൽ അയാൾ ചെയ്തില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം താഴെ ഇത് പോലീസിൻ്റെ നിർബന്ധ ബുദ്ധിക്ക് വഴങ്ങിയാണ് നെയ്യാറ്റിൻകര ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞ് താഴെ ഒപ്പിട്ട് തരണം. അപ്പോൾ പോലീസുകാർ പറഞ്ഞു, അങ്ങനെയല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങളത് എഴുതാമെന്ന് പറഞ്ഞു. അയാൾ വളരെ കെയർലെസ് ആയിട്ട് അദ്ദേഹം ഡ്യൂട്ടി കഴിഞ്ഞ് അദ്ദേഹം ഇറങ്ങിപ്പോയി.
അവിടെ നെയ്യാറ്റിൻകര ആശുപത്രിയിൽ നിന്ന് ഓണാഘോഷ പരിപാടിയാണ്. അവിടെ ഒ പിയിൽ രോഗികളെ നോക്കാൻ വേണ്ടി ഡോക്ടർമാരില്ല, ബന്ധപ്പെട്ട ആളുകൾ ആരുമില്ല. അവരെല്ലാം ഇന്ന് ഓണാഘോഷം തീർപ്പയാണ്. ജനപ്രതിനിധികൾ പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവരോട് ആവശ്യപ്പെട്ടിട്ടും പോസ്റ്റ്മോർട്ടം നടത്താൻ ഡ്യൂട്ടി ഡോക്ടർ തയ്യാറായില്ലെന്നും ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം പത്രവിതരണക്കാരിയായ വള്ളിയമ്മയുടെ മൃതദേഹം ആശുപത്രി അധികൃതരുടെ അവഗണനയെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ച പോസ്റ്റ്മോർട്ടം നടത്തി. 2 മക്കളുള്ള വള്ളിയമ്മയുടെ മൃതദേഹം മണിക്കൂറുകൾക്ക് ശേഷമാണ് മേലേക്കുന്നിലെ വീട്ടിൽ സംസ്കരിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കണ്ണൂരിൽ വ്യവസായി ഭാര്യയെ വീട്ടിനുള്ളിൽ പൂട്ടിയിട്ടു. താഴെപ്പടിക്കലിലെ നാരായണനാണ് ഭാര്യ യമുനയെ പൂട്ടിയിട്ടത്. നാരായണൻ ഇപ്പോൾ താമസിക്കുന്നത് മറ്റൊരു സ്ത്രീക്കൊപ്പമാണ്. ഇതേ തുടർന്ന് കോടതി വിധിയോടെയാണ് യമുന ഭർത്താവിന്റെ വീട്ടിലെത്തിയത്. 2 ദിവസമായി ഭക്ഷണം പോലും കൊടുക്കാതെ പൂട്ടിയിട്ട അവസ്ഥയിലായിരുന്നു ഞങ്ങളിവിടെ എത്തുന്നത് വരെ ഇവർ. കണ്ണൂർ കളരിപതുക്കൽ സ്വദേശിയും പ്രമുഖ വ്യവസായിയുമായ താഴെപ്പടിക്കൽ ഇല്ലത്ത് നാരായണന്റെ ഭാര്യ യമുനയെയാണ് ഇന്നലെ മുതൽ വീട്ടിൽ അടച്ചുപൂട്ടി ഭക്ഷണം പോലും കൊടുക്കാതെ പട്ടിണിക്കിട്ടത്. ഭർത്താവ് ബന്ധം നിലനിൽക്കെ മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് വീട്ടിൽ താമസിപ്പിച്ചിരുന്നു. വേലക്കാരിയെന്നാണ് അയൽവാസികളെ ധരിപ്പിച്ചത്. ഇവരിൽ ഒരു കുട്ടിയുമുണ്ട്. ഭാര്യ യമുനയെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു. കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി യമുനയ്ക്ക് ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കാമെന്ന് വിധിച്ചതോടെയാണ് കോടതി വിധിയുമായി യമുന വീട്ടിലെത്തിയത്. എന്നാൽ വീട്ടിൽ നിന്നും ഭർത്താവും 2ാം ഭാര്യയും ബാത്റൂം അടക്കം അടച്ചുപൂട്ടി ഭക്ഷണം കൊടുക്കാതെ വീടിന്റെ ഗേറ്റുമടച്ച് പുറത്തേക്ക് പോവുകയായിരുന്നു. അന്യസംസ്ഥാന തൊഴിലാളികളെ വീട്ടിനകത്താക്കി കയറിക്കിടക്കാൻ അനുവാദം നൽകിയാണ് ഗേറ്റടച്ച് ഇവർ പുറത്തേക്ക് പോയത്. പോലീസിനെ വിളിച്ചറിയിച്ചിട്ടും ആരും സ്ഥലത്തെത്തിയില്ലെന്നും യമുന പറയുന്നു. പോലീസ് ഇവിടുന്ന് ആത്മഹത്യ ചെയ്യാനാണ് ചെയ്യേണ്ടത്. ഭക്ഷണമില്ല, ഒന്നുമില്ല, ബാത്റൂമില്ല, വീട്ടിൻ്റെ ഉള്ളിൽ കയറാൻ കഴിയില്ല, എല്ലാം ഉണ്ട്. ഇതെന്താണ് കാര്യം? കൈരളി TV വാർത്താ സംഘം എത്തിയതോടെയാണ് പ്രശ്നം ഗുരുതരമാകുമെന്ന് കണ്ട് വീടിനകത്തുള്ളയാൾ ഗേറ്റ് തുറക്കാൻ തയ്യാറായത്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില.